പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പോലീസിൽ നിന്ന് വിവാഹ ദിവസം കൃഷ്ണനെ രക്ഷിക്കുന്നതിനായി കൺമണിക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതോടെ കൃഷ്ണന് കൺമണിയോട് വളരെയധികം സ്നേഹം തോന്നി തുടങ്ങുന്നു. പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. തിരികെ വീട്ടിലേക്കെത്തിയ കൺമണിയെ കാണുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരുൺ വരികയാണ്. അപ്രതീക്ഷിതമായ വരുണിന്റെ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ. ഇതോടെ വരുൺ കൺമണിയോട് എനിക്ക് കൺമണിയോട് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൺമണിക്ക് അതിനുള്ള സമയം കാണുമോ? ഇത് കേൾക്കുന്ന കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. മാത്രവുമല്ല, തൻ്റെ ജീവിതത്തിൽ 2-3 ദിവസമായി നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരോട് പറയുക എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഇതോടെ ഇനി എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉണ്ട് എന്ന് പറയുന്ന വരുൺ, ഞാൻ 2-3 ദിവസമായി ഫോണിൽ ട്രൈ ചെയ്യുന്നു. എൻ്റെ ഫോൺ കോൾ എടുക്കുന്നതിന് പോലും നിങ്ങൾ തയ്യാറായില്ല. മാത്രവുമല്ല, കൺമണി ഒന്ന് തിരികെ വിളിക്കുന്നതിന് ഉള്ള മര്യാദ പോലും കാണിക്കുകയും ചെയ്തില്ല. എന്താണ് കൺമണിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ള കാര്യം എനിക്ക് അറിയണം. അതിൻ്റെ അവകാശമാണ്. ഇത് കേൾക്കുന്ന കൺമണി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതെ, കൃഷിന്റെ വിവാഹ നിശ്ചയം അല്ലേ? അതും ഞാൻ അറിഞ്ഞു. പക്ഷേ അത്രയധികം തിരക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? കൺമണി, നമ്മുടെ വിവാഹം ഉടൻ തന്നെ നടക്കും. എന്നിട്ടും എൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള കാര്യമാണ് കൺമണിയുടെ മനസ്സിൽ ഇപ്പോഴും. നമ്മൾ തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് അല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്. അയ്യോ, കൃഷ് കല്യാണം നടക്കുന്നതിൻ്റെ കാര്യവുമായി എന്നെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. മാനസ മേഡവുമായി എനിക്ക് അടുത്ത ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ അവരുടെ കാര്യത്തിൽ മുഴുകിയിരുന്നത് എന്ന് കൺമണി മറുപടി നൽകുന്നു. ഇത് കേൾക്കുന്ന വരുൺ, എനിക്ക് ഈ കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് എനിക്ക് കൺമണി ഇമ്പോർട്ടൻസ് നൽകാത്തത്? എനിക്ക് അത് തന്നെയാണ് പ്രശ്നം. ഒരു ഭർത്താവ് എന്ന നിലയിലേക്ക് പോകുന്ന ഘട്ടമാണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ അവകാശങ്ങൾ കൺമണി നൽകിയേ തീരൂ. എനിക്ക് എൻ്റെതായ സമയം തന്നേ തീരൂ. ആ കൃഷും അവരുടെ വീട്ടുകാരും നമ്മുടെ ബന്ധത്തിലേക്ക് കയറി വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായ കാര്യമല്ല. നീ അവിടെ ജോലി ചെയ്യുന്നതാണ്, അല്ലാതെ അവരുടെ ആരുമല്ല. ആ കാര്യം എന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത്? കൺമണി, നമ്മൾ തമ്മിലുള്ള ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നീ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുകയാണ് നീ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുകയാണ്, ആ ജോലി ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. എന്താ, അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഇത് കേൾക്കുന്ന കൺമണി, എനിക്കതിന് സാധിക്കുകയില്ല. കാരണം ആ ജോലി എനിക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് വരുൺ മനസ്സിലാക്കാത്തത്? മാത്രവുമല്ല, വരുൺ ഇപ്പോൾ തന്നെ എൻ്റെ മുകളിൽ അധികാരം കാണിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. അതിനുള്ള സമയം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും വരുൺ പഴയതുപോലെയുള്ള കാര്യങ്ങളാണ് ആവർത്തിക്കുന്നത്. പണ്ടുള്ള ജനറേഷനിൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ സാധിക്കുമായിരുന്നു.
പക്ഷേ ഇപ്പോൾ കാലം മാറി. അത് എന്തുകൊണ്ടാണ് വരുൺ മനസ്സിലാക്കാത്തത്? എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ഇത് കേൾക്കുന്ന വരുൺ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എൻ്റെതായ സ്പേസ് വേണം. എൻ്റെതായ സ്വാതന്ത്ര്യം എനിക്ക് വേണം. നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ചെയ്താൽ ആ ഫോൺ കോൾ എടുക്കേണ്ടത് നിന്റെ ചുമതലയാണ്. മാത്രവുമല്ല, ഇപ്പോൾ തിരക്കിലാണ് എങ്കിൽ ആ തിരക്ക് കഴിഞ്ഞതിന് ശേഷം എന്നെ ഫോൺ ചെയ്യണം. അതിനുള്ള റീസൺസ് എന്നോട് പറയണം. ഇത് കേൾക്കുന്ന കൺമണിക്ക് ദേഷ്യമാവുകയാണ്. എനിക്കിപ്പോൾ അതിനുള്ള സൗകര്യമില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്യേ. വരുണിനോട് എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല. നമ്മൾ ഇപ്പോൾ സംസാരിക്കുകയാണ് എങ്കിൽ അത് നല്ല രീതിയിൽ അവസാനിക്കുകയില്ല വരുൺ. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വരുൺ നിന്നുപോവുകയാണ്. ഇതോടെ ഈ വിവാഹം നടക്കുമോ എന്നുള്ള സംശയം വരുണിന്റെ മനസ്സിലേക്ക് കടന്നു വരികയും കൺമണിയുടെ മനസ്സിൽ തന്നോട് തുറന്നു പറയാൻ സാധിക്കാത്ത മറ്റെന്തോ രഹസ്യം ഉണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് വരുൺ. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ കണ്ടെത്തിയേ തീരൂ എന്ന് വരുൺ ഉറപ്പിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, കൃഷിന്റെ കാര്യത്തിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. സത്യങ്ങൾ കണ്ടെത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിക്കുന്ന വരുൺ കൃഷിനെ കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തിയ കൺമണി വരുണിനോട് താൻ ചെയ്തത് ശരിയല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും, പക്ഷേ കൃഷ് കെട്ടിയ താലി തൻ്റെ കഴുത്തിലുള്ളപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കാൻ സാധിക്കാതെ പകച്ച് പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.